ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എന്നാണുണ്ടോ നിങ്ങക്ക്? എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഗൈസ്. ഞാൻ വല്ലാത്ത ജാതി ആ മൂടാണ്. ഇതൊരു ചെറിയ തള്ളവൈബായോ? സ്വഭാവമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ഞാനൊരു വൈബ് തള്ളയാളാ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. അങ്ങനെ പറയണ്ടേ? വിഷ്ണുയുടെ അമ്മ, വിഷ്ണു ഞാൻ ഒരേ ഏജാണ്. അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. അതല്ല, വിഷ്ണുവിന്റെ അമ്മയുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ? അതെ, അത് പാട്ടാണ്. അതിനുശേഷം തോറ്റു വിഷ്ണുവിന്റെ കൂടെയും പഠിച്ചു. അജു വർഗീസിന്റെ കുളിസീൻ വന്നു. ശരിക്കും ആ സീൻ ചെയ്തപ്പോ നാണം വന്നില്ലേ? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. ആ ഫസ്റ്റ് തന്നെ ആ ബാത്റൂമിൽ ഇരിക്കുന്ന സീൻ, വാവ്. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അജു ചേട്ടന്റെ എന്താ പറയാ ഒരു ന്യൂഡ് സീൻ കാണാം? എന്റെ പൊന്നു പേർലി അടങ്ങിയിരി. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്, അല്ലടാ ദ്രോഹി. പക്ഷെ പൂർണ്ണമായിട്ട് ന്യൂഡല്ല. കണ്ടോ അത്? കാണാനുള്ളതൊക്കെ നാട്ടുകാര് കണ്ടു. കോണം മാതിരി ഒരു സാധനം കൊടുത്തുകൊണ്ട് വൃത്തികേട്. നമുക്ക് ടോപ്പിക്ക് മാറ്റാം. ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും. Because കുറേ ശ്രീ സമയം കുറേ നേരം ബാത്റൂമിൽ എന്തോ നിങ്ങളൊന്നും സമയം എടുക്കില്ല. ഞാനൊക്കെ എനിക്ക് ജലദോഷം വന്നിരോ തന്നെ, എനിക്ക് അലർജി. ആണുങ്ങൾ ബാത്റൂമിൽ ഫോണായിട്ട് കയറിയാൽ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്നറിയോ? അവരൊരു 2 പേര് ലവിലായിരിക്കും, അവര് ലവ് ആവും. പക്ഷെ ഒരു 10ാമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിംഗ് സീൻ പോലും ഉണ്ടാവില്ല. ഈ ആള് തിരക്കല്ലല്ലോ മോനെ. കിസിന് വേണ്ടിയാണോ ഇത് കാണുന്നേ? അതല്ല, കിസിന് വേണ്ടിയാണോ ഇത് കാണുന്നേ? അല്ല, അങ്ങനെ കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിരിക്കട്ടെ. നീ എന്നുപോലെ ഇങ്ങനെ തറയായി പോയി. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിദേശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. എന്നെ പാന്റ് ഇടാൻ നോക്കി എന്നെ ട്രൗസർ ഇടിച്ചിരിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ TRP. ടിപ്പിക്കൽ മലയാളി പിള്ളേര്. അയ്യോ, ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലല്ലോ പോയെ. ഇത് ഈ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. എന്തോന്ന്? നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. നാണം കിടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടട്ടെ. വിഭജനമല്ലേ പറഞ്ഞത്? വ്യഭിചരിച്ചു പോകുന്നു. ഒരു മിനിറ്റ്, ഒരു ടച്ചപ്പ് എടുത്തോട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. വിഭജിച്ചു പോണെന്നാണോ പറഞ്ഞത്? വ്യഭിചരിച്ചു പോകുന്നു. ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി. ഇപ്പൊ ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. അത് നമ്മൾ